ഹലോ, എല്ലാവർക്കും ക്ലിപ്പേഴ്സ് ആൻഡ് ക്ലാമ്പേഴ്സിൻ്റെ പുതിയ ഒരു MCQയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ക്ലിപ്പിംഗ് ലെവൽ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. ക്ലിപ്പിംഗ് ലെവൽ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഇൻഡക്ടർ, ഡയോഡ് ഓൺലി, ബാറ്ററി ഇൻ സീരീസ് വിത്ത് എ ഡയോഡ്, റെസിസ്റ്റർ. അപ്പോൾ ഒരു ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തൊക്കെ ഉണ്ടാവും? ഒരു ക്ലിപ്പറിനകത്ത് ഒരു ഡയോഡും ഉണ്ടാവും, ഒരു റെസിസ്റ്ററും ഉണ്ടാവും അല്ലേ? നമ്മൾ ഇതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ക്ലിപ്പിംഗ് ലെവൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ, അപ്പോൾ ഡയോഡും റെസിസ്റ്ററും മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിൽ സീരീസ് ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, സീരീസ് ക്ലിപ്പറായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷണ്ട് ക്ലിപ്പറായിട്ട് കണക്ട് ചെയ്യാം. രണ്ടായാലും നമുക്ക് ഒന്നുകിൽ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്ന പോസിറ്റീവ് ഭാഗം ക്ലിപ്പ് ചെയ്യുന്ന ഒരു ക്ലിപ്പറായിട്ടും, ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ക്ലിപ്പറാണ്. നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്ന നെഗറ്റീവ് ഭാഗം ക്ലിപ്പ് ചെയ്യുന്ന ഒരു ക്ലിപ്പറായിട്ടും മാത്രമേ നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു ക്ലിപ്പിംഗ് ലെവൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ബാറ്ററി ഉപയോഗിക്കണം. ഓക്കെ, ഡയോഡിന് സീരീസ് ആയിട്ട് നമ്മളൊരു ബാറ്ററി ഉപയോഗിച്ചാലേ അവിടെ ഒരു ക്ലിപ്പിംഗ് ലെവൽ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും ഇങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ് പോസിറ്റീവ് സൈക്കിൾ എനിക്ക് വേണ്ട, ഇപ്പോൾ പോസിറ്റീവ് സൈക്കിൾ ഒരു V1 എന്ന് പറയുന്നൊരു ഭാഗം വെച്ചിട്ട് മതി. അങ്ങനെയാണെങ്കിൽ ആ V1 എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? അതൊരു ബാറ്ററി വെച്ചിട്ടാണ്. ഓക്കെ, ബയസ് വോൾട്ടേജ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ക്ലിപ്പിംഗ് ലെവൽ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഇൻഡക്ടർ അല്ല, ഡയോഡ് ഓൺലി അല്ല, ബാറ്ററി ഇൻ സീരീസ് വിത്ത് ദ ഡയോഡ് ആണ്. അപ്പോൾ C is the answer. ഓക്കെ, അപ്പോൾ ആഡിങ് എ ബയസിംഗ് ബാറ്ററി ഷിഫ്റ്റ്സ് ദ clipping level allowing clipping at voltages other than 0. അടുത്ത ചോദ്യം, ഡയോഡ് ഇൻ എ ക്ലാമ്പർ കണ്ടക്ട്സ്. ഒരു ഡയോഡ്, ക്ലാമ്പറിലെ ഡയോഡ് എപ്പോഴൊക്കെയാണ് കണ്ടക്ട് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടിന്യൂസ്ലി ഡയോഡിനെ ക്ലാമ്പർ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ക്ലാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയോഡും ഒരു കപ്പാസിറ്ററും കൂടെ ചേർന്നതാണ് ഒരു ക്ലാമ്പർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് ഒരു കപ്പാസിറ്ററിലൂടെ കൊടുത്തിട്ട്, ഇവിടെ ഇൻപുട്ട് ഒരു കപ്പാസിറ്ററിലൂടെ കൊടുത്ത് നമ്മളിവിടെ ഒരു ഡയോഡ് തിരിച്ചോ മറിച്ചോ ഒക്കെ വെക്കും കേട്ടോ. എന്നിട്ട് ഇതാണ് ഒരു ക്ലാമ്പർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഡയോഡ് എപ്പോഴൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും? ഇതിപ്പോൾ പോസിറ്റീവ് സൈക്കിൾ വരികയാണെങ്കിൽ ഈ സംഭവം ഇവിടെ ഡയോഡ് കണ്ടക്ട് ചെയ്യും അല്ലേ? നെഗറ്റീവ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇത് റിവേഴ്സ് ബയസ്ഡ് ആയി, അപ്പോൾ കണ്ടക്ട് ചെയ്യാൻ സാധ്യതയില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ഇതിനെ പറയുക? ഒരു ഹാഫ് സൈക്കിളിലെ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ അല്ലേ? ഇപ്പോൾ ഈ ഡയോഡ് ഇങ്ങനെ ആയതുകൊണ്ട് എങ്ങനെ പറയാം? ഇപ്പോൾ ഡയോഡ് തിരിച്ചായിരുന്നെങ്കിലോ, ഇതിപ്പോൾ നെഗറ്റീവ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും, പോസിറ്റീവ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുകയില്ല അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ഇറ്റ് കണ്ടക്ട്സ് ഓൺലി ഡ്യൂറിങ് 1/2 സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ B ഇസ് ദ റൈറ്റ് ആൻസർ. കണ്ടിന്യൂസ്ലി കണ്ടക്ട് ചെയ്യില്ല, ഓൺലി ഡ്യൂറിങ് 1/2 സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺലി വെൻ ഇൻപുട്ട് 0 ആകുമ്പോഴല്ല കണ്ടക്ട് ചെയ്യണം, നെവർ, അങ്ങനെയും അല്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ ടൈം കോൺസ്റ്റന്റ് RC ഇൻ എ ക്ലാമ്പർ ഷുഡ് ബി. ക്ലാമ്പറിലെ ടൈം കോൺസ്റ്റന്റ് RC എന്തായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ക്ലാമ്പറിന്റെ RC എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ ഇൻപുട്ട് ടൈം പീരിയഡ്. ടൈം പീരിയഡ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നലിനേക്കാളും വളരെ കൂടുതലായിരിക്കണം, അറ്റ്ലീസ്റ്റ് 10 ടൈംസ് എങ്കിലും കൂടുതലായിരിക്കണം എന്നാണ് നമ്മൾ പറയുക. എന്തിനാണത്? RC ടൈം കോൺസ്റ്റന്റ് ആണ് കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും തീരുമാനിക്കുന്നത്. ചാർജിങ് വളരെ ക്വിക്കായിട്ട് നടക്കുകയും ഡിസ്ചാർജിങ് സ്ലോ ആയിട്ട് നടക്കുകയുമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കണം. എന്തിനേക്കാട്ടിലും? ഇൻപുട്ട് സിഗ്നലിനെക്കാട്ടിലും, സിഗ്നൽ പീരിയഡിനെക്കാട്ടിലും വളരെ ഹൈ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുക. ഇറ്റ് മസ്റ്റ് ബി മച്ച് സ്മോളർ അല്ല, കമ്പാരബിൾ ടു ദ സിഗ്നൽ പീരിയഡ്. നോ, ഇറ്റ് മസ്റ്റ് ബി മച്ച് ലാർജർ ദാൻ ദ സിഗ്നൽ പീരിയഡ്. അപ്പോൾ C is the right answer. So we go on to the fourth question. അടുത്ത ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ. സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ എന്താണെന്ന് നോക്കാം. സീരീസ് പോസിറ്റീവ് ക്ലിപ്പറിൽ എന്താണ് സംഭവിക്കുക? ഡയോഡും ലോഡ് റെസിസ്റ്ററും സീരീസിലായിരിക്കും. പോസിറ്റീവ് ക്ലിപ്പർ അല്ലേ? പോസിറ്റീവ് ക്ലിപ്പർ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഔട്ട്പുട്ടിൽ നെഗറ്റീവ് സൈക്കിൾസ് മാത്രമേ വരുള്ളൂ, പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം കട്ടായി പോയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും, അപ്പോൾ ക്ലിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇൻപുട്ട് വരിക അറിയോ? ഇൻപുട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കും കേട്ടോ, എന്നിട്ട്
ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുക്കും, എന്നിട്ട് ഔട്ട്പുട്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻപുട്ട് നമ്മൾ വരുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഡയോഡ് കണ്ടക്ട് ചെയ്യൂല, ഔട്ട്പുട്ട് ഒന്നും വരില്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഡയോഡ് കണ്ടക്ട് ചെയ്യും, ഔട്ട്പുട്ട് വരും. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കോൺഫിഗറേഷൻ വരേണ്ടതെന്ന് നോക്കാം. ഡയോഡ് ഇസ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. അതെ, ഡയോഡ് സീരീസ് വിത്ത് ദ ലോഡ് ആണല്ലോ. കാഥോഡ് ടു ദ ഇൻപുട്ട്. കാഥോഡ് പറഞ്ഞ എന്താണ്? നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ഡയോഡ്. ഇറ്റ് ഇസ് ടു ദ ഇൻപുട്ട്, ആനോഡ് ടു ദ ഔട്ട്പുട്ട്. അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ടു ദി ഔട്ട്പുട്ട്. ശരിയാണ്, എ ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ എ ഇസ് ദി ആൻസർ. അടുത്ത ചോദ്യം, ഡുവൽ ഡയോഡ് ക്ലിപ്പർ ക്യാൻ. ഡുവൽ ഡയോഡ് ക്ലിപ്പർ എന്താണ് ചെയ്യുക? ഡുവൽ ഡയോഡ് ക്ലിപ്പർ പറഞ്ഞാൽ എന്താണ്? ഒന്ന് പോസിറ്റീവിലേക്കും ഉണ്ടാവും, ഒന്ന് നെഗറ്റീവിലേക്കും ഉണ്ടാവും, തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കും, ഇവിടെ ഒരു ഔട്ട്പുട്ട് കൊടുക്കും. ഇവൻ എന്താ ചെയ്യുക? ഒരു ഡുവൽ ഡയോഡ് ക്ലിപ്പർ എന്ത് ചെയ്യും പറഞ്ഞാൽ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങോട്ട് വരുമ്പോൾ, ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ പാസ് ചെയ്ത് വിടുമല്ലോ, ഇങ്ങോട്ട് പാസ് ചെയ്ത് വിടുമല്ലോ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടേക്ക് താഴേക്ക് പോകും. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങോട്ട് വന്നു, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടേക്കും ഇതിൽ കൂടെയും പോകും. അപ്പം എന്താ സംഭവിക്കുക? ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ ഇവിടെ ക്ലിപ്പ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇറ്റ് ക്യാൻ ക്ലിപ്പ് ഓൺലി പോസിറ്റീവ് ഹാഫ് അല്ല, ഇറ്റ് ക്യാൻ ക്ലിപ്പ് ഓൺലി നെഗറ്റീവ് ഹാഫ്. നോ, ഇറ്റ് ക്യാൻ ക്ലിപ്പ് ബോത്ത് positive and negative halves. Okay, using two diodes in opposite direction, both positive and negative peaks can be clipped simultaneously. Okay, we'll go to the next question. In a series positive clipper, if the diode is ideal, the output waveform is. അപ്പോൾ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ നമ്മളിപ്പോൾ കണ്ടതാണ് അല്ലേ? എങ്ങനെ ഇരിക്കും ഒരു സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ കാണാൻ? ഇതാ സീരീസ് ആയിട്ട് പോസിറ്റീവ് ക്ലിപ്പർ വെച്ചിരിക്കുകയാണേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഇൻപുട്ട് വി ഐ ഉണ്ട്, ഔട്ട്പുട്ട് എന്താണ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇൻപുട്ട് നമ്മളിങ്ങനെ ഒരു സൈൻ വേവ് വന്നുകൊണ്ടിരിക്കുകയാണ്, പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഉള്ള സൈൻ വേവ് വരികയാണ്. അപ്പോൾ ഔട്ട്പുട്ടിന് എന്താ പറ്റുക? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല അല്ലേ, റിവേഴ്സ് ബയസ് ആയിരിക്കും. ഐഡിയൽ ഡയോഡാണ്, അപ്പോൾ ഡ്രോപ്പ് കൊടുക്കണ്ട. അപ്പോൾ ഇത് ഐഡിയൽ ആവുമ്പോൾ റിവേഴ്സ് ബയസിൽ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് ഒന്നും വരില്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്ത് തുടങ്ങും അല്ലേ. കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അവിടെ വരും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒന്നും വരില്ല, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വീണ്ടും ഒന്നും വരില്ല, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും. ഓക്കെ, അപ്പോൾ ഇത് സെയിം ആസ് ഇൻപുട്ട് അല്ല. 0 ഫോർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ബോത്ത് ഹാഫ് സൈക്കിൾസ് ഉണ്ടാവുമോ? ഇല്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓൺലി ആണോ? അല്ല. 0 ഫോർ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, a diode in a clipper must have. ഒരു ക്ലിപ്പറിൽ ഡയോഡിന് എന്തുണ്ടാവണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിപ്പറിന് ഡയോഡ് വരുമ്പോൾ ലോ ഫോർവേഡ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടറിയോ? അവിടെ ഹൈ ഫോർവേഡ് റെസിസ്റ്റൻസ് ആണ് വെച്ചോ. അപ്പോൾ ക്ലിപ്പറിൽ എന്താ സംഭവിക്കുക? ആ റെസിസ്റ്റൻസിനെയും കൂടെ അത് കണ്ടക്ഷനെ ബാധിക്കും. ഓക്കെ, എഫിഷ്യൻറ്റ് കണ്ടക്ഷൻ അവിടെ നടക്കില്ല, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അവിടെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോ ഫോർവേഡ് റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമാണ്. ലോ ഫോർവേഡ് റെസിസ്റ്റൻസ് എൻഷുവേഴ്സ് എഫിഷ്യൻറ്റ് കണ്ടക്ഷൻ ഡ്യൂറിങ് ക്ലിപ്പിംഗ് വിത്തൗട്ട് വോൾട്ടേജ് ഡ്രോപ്പ്. അടുത്ത ചോദ്യം, സീരീസ് ക്ലിപ്പർ ഇസ് പ്രിഫേർഡ് ഓവർ ഷണ്ട് ക്ലിപ്പർ വെൻ. സീരീസ് ക്ലിപ്പറും ഷണ്ട് ക്ലിപ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സീരീസ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കണ്ട ഇങ്ങനെ സീരീസ് ആയിട്ട് വെക്കുന്ന ക്ലിപ്പറിനെയാണ് സീരീസ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ടിന് സീരീസ് ആയിരിക്കും, ലോഡ് റെസിസ്റ്ററിന് സീരീസ് ആയിരിക്കും. ഇതാണ് സീരീസ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ഷണ്ട് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും കാണാൻ? അതായത് റെസിസ്റ്റൻസ് ഇവിടെ വന്നിട്ട് നമ്മുടെ ക്ലിപ്പർ ഡയോഡ് ലോഡിന് പാരലായിട്ടാണ് നമ്മൾ വെക്കുക. ഓക്കെ, ഡയോഡും ലോഡും തമ്മിൽ പാരലായിരിക്കും. ഇവിടെ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ആറും വെച്ച് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ സീരീസ് ക്ലിപ്പർ എപ്പോഴാണ് ചൂസ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. സീരീസ് ക്ലിപ്പർ ഉണ്ടല്ലോ, നമ്മൾ നോക്കൂ, സീരീസ് ക്ലിപ്പറിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഔട്ട്പുട്ട് ഇൻപുട്ടിലുള്ളത് ഔട്ട്പുട്ടിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവുമ്പോഴാണ് ഇൻപുട്ടിലുള്ളത് ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. ഇവിടെ ഷണ്ട് ക്ലിപ്പറിൽ നോക്കൂ. ഷണ്ട് ക്ലിപ്പറിൽ ഇൻപുട്ടിലുള്ളത് എപ്പോഴാണ് ഔട്ട്പുട്ടിൽ വരുന്നത്? ഇൻപുട്ടിലുള്ളത് ഡയോഡ് ഓഫ് ആണെങ്കിൽ, ഓക്കെ, അതായത് ഡയോഡ് റിവേഴ്സ് ബയസ് ആണെങ്കിലാണ് ഇൻപുട്ടിലുള്ളത് ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കാം. ലോഡ് റെസിസ്റ്റൻസ് ഹൈ ആവുമ്പോൾ, ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് ഹൈ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ RL ഹൈ ആണെന്ന് വിചാരിക്കുക. ലോഡ് റെസിസ്റ്റൻസ് ഹൈ ആവുമ്പോൾ ഈ ഡയോഡ് ഓഫ് ആവുന്ന ഒരു കണ്ടീഷൻ വന്നു എന്ന് വെച്ചോ, ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്ന കണ്ടീഷൻ വന്നു എന്ന് വെച്ചോ.
എന്താ അവിടെ സംഭവിക്കുക? ഡയോഡ് റിവേഴ്സ് ബയസ് ആണെങ്കിൽ ഇൻപുട്ടിലുള്ളതൊന്നും ഔട്ട്പുട്ടിലേക്ക് വരുന്നില്ലല്ലോ, ഔട്ട്പുട്ടിൽ 0 അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ലോഡ് ഹൈ ആയാലും ഒന്നും ഒരു വിഷയമേ അല്ല. എന്നാൽ ഷണ്ട് ക്ലിപ്പർ വരുമ്പോൾ ഇവിടെ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കുന്ന കണ്ടീഷനാണ്, ലോഡ് റെസിസ്റ്റൻസ് വളരെ ഹൈയുമാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇത് റിവേഴ്സ് ബയസ് ആണ്, ഇവിടെ ഇങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആറും ഈ RL എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും കൂടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ ആക്കി വർക്ക് ചെയ്ത്, അപ്പം നമ്മുടെ ഇൻപുട്ടിനെ നല്ലോണം, സിഗ്നലിനെ നല്ലോണം അറ്റുനേറ്റ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? നമുക്ക് സിഗ്നൽ അറ്റുനേഷൻ അവിടെ ഉണ്ടാവും, അപ്പോൾ നല്ലോണം ക്വാളിറ്റി ഡിസ്റ്റോർഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് ഹൈ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സീരീസ് ക്ലിപ്പറാണ് പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വെൻ ലോഡ് റെസിസ്റ്റൻസ് ഇസ് ഹൈ, സീരീസ് ക്ലിപ്പർ ഇസ് പ്രിഫേർഡ് ഓവർ ഷണ്ട് ക്ലിപ്പർ. ഓക്കെ, അടുത്തത്, if the input peak voltage is 10 volt and positive clamper with 0 bias is used, the output waveform minimum voltage will be. അപ്പോൾ ഇൻപുട്ടിൻ്റെ പീക്ക് വോൾട്ടേജ് 10 വോൾട്ട് ആണ് വിചാരിക്കാം. ഓക്കെ, ഇതപ്പം -10 വോൾട്ട് ആണല്ലോ. ഓക്കെ, പ്ലസ് ഓർ -10 വോൾട്ട് ആണ് പീക്ക് ടു പീക്ക് വോൾട്ടേജ്. പോസിറ്റീവ് ക്ലാമ്പറിലൂടെ കടത്തി വിട്ടു. പോസിറ്റീവ് ക്ലാമ്പർ പറഞ്ഞാൽ എന്താണ്? മൊത്തമായിട്ട് ഈ 0 ലെവൽ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വേവ് ഫോമിനെ കൊണ്ടുപോയി നിർത്തും. അതായത് ഇങ്ങനെ ഇരിക്കും വേവ് ഫോം കാണാൻ, പോസിറ്റീവ് ക്ലാമ്പറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, പോസിറ്റീവ് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും വേവ് ഫോം കാണാൻ. അപ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോം മിനിമം വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മിനിമം വോൾട്ടേജ് എത്രയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? 0 വോൾട്ട് അല്ലേ? 0 വോൾട്ടാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ 0 വോൾട്ട് ഇസ് ദ മിനിമം വോൾട്ടേജ് ദാറ്റ് വിൽ ബി ദെയർ ഫോർ ദ ഔട്ട്പുട്ട് വേവ് ഫോം വെൻ ഇറ്റ് ഇസ് ക്ലാംപ്ഡ് യൂസിങ് എ പോസിറ്റീവ് ക്ലാമ്പർ. അടുത്ത ചോദ്യം, for a negative biased clamper adding a battery in series, എന്താണ് സംഭവിക്കുക? ബാറ്ററി സീരീസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു നെഗറ്റീവ് ബയാസ്ഡ് ആയിട്ടുള്ള ക്ലാമ്പർ ആണ് കേട്ടോ. അപ്പോൾ സാധാരണ ഒരു ക്ലാമ്പർ എന്ത് ചെയ്യും നോക്കാം. നോക്കൂ, ഇങ്ങനെ ഒരു ക്ലാമ്പർ ഉണ്ട്. ഓക്കെ, ഇതൊരു പോസിറ്റീവ് ക്ലാമ്പർ ആണ്. പോസിറ്റീവ് ക്ലാമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൊത്തം പോസിറ്റീവിലേക്ക് ക്ലാമ്പ് ചെയ്യും, മുകളിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. വേറെ ഷേപ്പിനൊന്നും വ്യത്യാസം വരുത്താതെ മുകളിലേക്ക് വെറുതെ ഷിഫ്റ്റ് ചെയ്യാണ് ഇത് ചെയ്യുക ക്ലാമ്പർ പറഞ്ഞാൽ. അപ്പോൾ ഇൻപുട്ടിൽ ഞാനൊരു സൈൻ വേവ് കൊടുത്തു. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്താ വരിക? ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യണില്ല, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതേപോലെ തന്നെ വരുവേ. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ ചാർജ് കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടെ വരുമ്പോൾ കപ്പാസിറ്റർ ഇവിടെ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടെ വന്നപ്പോൾ എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്തിട്ട് ഡയോഡിൻ്റെ വോൾട്ടേജ്, ഡയോഡിൻ്റെ അക്രോസ് മുമ്പുണ്ടായിരുന്ന വോൾട്ടേജും പ്ലസ് ഈ കപ്പാസിറ്റർ വോൾട്ടേജും കൂടെ വരും. എല്ലാം കൂടെ ഇൻ ഇഫക്റ്റ് എന്താണ് സംഭവിക്കുക പറഞ്ഞാൽ, ഈ നമ്മുടെ വേവ് ഫോം ഉണ്ടല്ലോ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ 0 വോൾട്ട് റെഫറൻസ് ലെവൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 0ൻ്റെ മുകളിലേക്ക് വരും. റെഫറൻസ് ലെവൽ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. ശരിക്കും നമ്മുടെ മറ്റേ വേവ് ഫോമിൻ്റെ 0 ലെവൽ എന്ന് പറയുന്നത് മുകളിലേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ, ഇതാണ് സാധാരണ ഒരു ക്ലാമ്പർ, പോസിറ്റീവ് ക്ലാമ്പർ ചെയ്യുക. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് ബയാസിങ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നെഗറ്റീവ് ബയാസിങ് കൊടുക്കുക പറഞ്ഞാൽ എന്താണ്? ഒരു കപ്പാസിറ്റർ ഇങ്ങനെയുണ്ട്, ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ബയാസ് കൊടുത്തു. ഓക്കെ, ഒരു വോൾട്ടേജ് കൊടുത്തു, നെഗറ്റീവ് ബയാസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് കൊടുത്തു, ഒരു V പറഞ്ഞൊരു വോൾട്ടേജ് കൊടുത്തു വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു ഇൻപുട്ടും ഉണ്ട്. ഔട്ട്പുട്ട് എങ്ങനെ വരും നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഡയോഡ് ഇപ്പോൾ എന്താണ്? ഡയോഡ് ഇൻപുട്ട് വരുമ്പോൾ തന്നെ ഡയോഡ് എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു എന്ന് വിചാരിക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴോ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് അപ്പോഴും ഇവിടെ ഒരു -V കിടക്കുന്നുണ്ട് അല്ലേ? ഡയോഡിൻ്റെ ആനോഡിലൊരു നെഗറ്റീവ് വോൾട്ടേജ് കിടക്കുന്നുണ്ട്. അതായത് ഒരു ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്? ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും വരുമ്പോൾ ആണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ഒരു നെഗറ്റീവ് ആണെങ്കിലോ, അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് മോർ നെഗറ്റീവായി മാറണം. അപ്പോഴാണ് ഇവിടെ ഫോർവേഡ് ബയസ്ഡ് ആവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ
തിയറി. അപ്പോൾ കോൺസെപ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നാൽ ആനോഡിന് അവിടെ നെഗറ്റീവ് വന്നാൽ കാത്തോഡിന് അവിടെ മോർ നെഗറ്റീവ് ആവണം. അപ്പോൾ മോർ നെഗറ്റീവ് ആവണം. വിനെക്കാട്ടിലും മോർ നെഗറ്റീവ് ആയാലേ എന്ത് സംഭവിക്കുള്ളൂ, ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ വിനേക്കാളും മോർ നെഗറ്റീവ് ആവണം എന്ന് വെച്ചാൽ നമ്മുടെ ഷിഫ്റ്റിംഗ് ഇവിടെ എങ്ങനെയാണ് വരിക അറിയോ, കപ്പാസിറ്റർ അതനുസരിച്ചിട്ട് ചാർജ് ആവുകയും ഇവിടെ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് പ്ലസ് ഓർ മൈനസ് വി എം ആയിരുന്നു എന്ന് വിചാരിക്കുക, പ്ലസ് വി എമ്മും മൈനസ് വി എമ്മും ആയിരുന്നു വിചാരിക്കുക. ഇവിടെ 2 VM ആയിരുന്നു, 0 to 2 VM ഇവിടെ ഷിഫ്റ്റ് നടന്നത്. ഇവിടെ എന്ത് സംഭവിക്കും അറിയോ, നമ്മുടെ ഒരു വി താഴേക്ക് ഷിഫ്റ്റ് നടക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ 2 VM മൈനസ് വി ഇങ്ങോട്ട് താഴേക്ക് ഷിഫ്റ്റ് നടക്കും. പീക്ക് ഒന്ന് താഴേക്ക്, വി വോൾട്ടേജ് താഴേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ഇവിടെ സംഭവിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഷിഫ്റ്റ് ആവുന്നത്, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡിന് ഇവിടെ ഒരു ബയസിങ് വന്നു, സപ്ലൈ വോൾട്ടേജ് കാരണം ഇവിടെ ഒരു വേറൊരു ബാറ്ററി കൊടുത്ത കാരണം നമുക്കൊരു ബയസിങ് വന്നുകൊണ്ട് ഡയോഡ് ഫോർവേഡ് ബയസ് ആവണമെങ്കിൽ ഒരു മൈനസ് വിനെക്കാട്ടിലും വലിയ മോർ നെഗറ്റീവ് ആയിട്ടുള്ള വോൾട്ടേജ് ഇവിടെ വരണം. മോർ നെഗറ്റീവ് വന്നാലേ ഇവിടെ ഫോർവേഡ് ആവുള്ളൂ. ഓക്കെ, ഫോർവേഡ് ബയസ് ആവുള്ളൂ. അതുപോലെ കപ്പാസിറ്റർ ചാർജ് ചെയ്യണം, അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷിഫ്റ്റിംഗ് വരും 2 VM മൈനസ് വിയിലേക്ക്. അതായത് ഒരു മൈനസ് വി വോൾട്ടേജ് ലോവർ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് റേസസ് ദ വേവ് ഫോം ആണോ, അല്ല. ഇറ്റ് ലോവേഴ്സ് ദ വേവ് ഫോം ആണോ, അതെ കേട്ടോ. ഇത് ലോവർ ചെയ്യാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു പോസിറ്റീവ് ക്ലാമ്പറിനെ കുറിച്ചാണ്. നെഗറ്റീവ് ക്ലാമ്പറിലായാലും ഇത് ലോവർ ചെയ്യാണ് ചെയ്യുക. നെഗറ്റീവ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ചെയ്യാണ് ചെയ്യുക. Okay, battery provides negative bias, making the waveform shift downwards beyond 0. Okay, അടുത്തത്, in a biased clamper the output voltage shift is equal to, biased clamper output voltage shift എത്രയായിരിക്കും? ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ബയാസ് വോൾട്ടേജ് ഉണ്ടല്ലോ, ബയാസ് വോൾട്ടേജിന് അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, പീക്ക് ഇൻപുട്ട് വോൾട്ടേജിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് ഷിഫ്റ്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഷിഫ്റ്റ് എന്തോരം ഉണ്ടാവും, ഷിഫ്റ്റ് ബയാസ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി അപ്ലൈഡ് DC ബയാസ് വോൾട്ടേജ് ഓൺലി. ഓക്കെ, അടുത്ത ചോദ്യം, a capacitor in a clamper should have high leakage, low leakage, very small capacitance, very high resistance. ഒരു കപ്പാസിറ്റർ, ക്ലാമ്പറിലുള്ള കപ്പാസിറ്ററിന് ലീക്കേജ് വളരെ കുറവായിരിക്കണം. ഓക്കെ, ബിക്കോസ് എന്നാലേ കപ്പാസിറ്റർ ചാർജ് റീറ്റെയിൻ ചെയ്ത് DC ലെവൽ ഷിഫ്റ്റ് അക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിന് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ ഷുഡ് ഹാവ് ലോ ലീക്കേജ്. അടുത്ത ചോദ്യം, വിച്ച് സർക്യൂട്ട് ഇസ് കോൾഡ് ദ ലിമിറ്റർ സർക്യൂട്ട്? ലിമിറ്റർ സർക്യൂട്ട് പറയുന്നത് ഏതിനെയാണ്? ചോപ്പർ സർക്യൂട്ട് ആണോ, ക്ലിപ്പർ സർക്യൂട്ട് ആണോ, ചോപ്പിംഗ് സർക്യൂട്ട് ആണോ, ക്ലാമ്പ് സർക്യൂട്ട് ആണോ? ക്ലിപ്പർ സർക്യൂട്ടാണ് ലിമിറ്റർ സർക്യൂട്ട് പറയണത് കേട്ടോ. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്, അത് ഒരു പ്രീ ഡിറ്റർമിൻഡ് വോൾട്ടേജ് ലെവലിന് മുകളിലേക്ക് പോകാൻ സമ്മതിക്കില്ല, ക്ലിപ്പ് ചെയ്ത് കളയും. ഓക്കെ, പീക്കൊക്കെ ക്ലിപ്പ് ചെയ്ത് കളയും, കട്ട് ചെയ്ത് കളയുന്നതാണ് ക്ലിപ്പർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, a diode clipped square wave can be generated by, diode clipped square wave പറഞ്ഞാൽ എന്താണ്? അതെ, ഇങ്ങനെ ഒരു വേവ് ഫോം ഉണ്ട് വിചാരിക്കുക, അതിനെ നമ്മൾ മുകളിലും താഴെയും ക്ലിപ്പ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു സ്ക്വയർ വേവ് ഫോം ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഡുവൽ ഡയോഡ് ക്ലിപ്പർ യൂസ് ചെയ്താൽ മതി കേട്ടോ. അതിൽ തന്നെ നമുക്ക് വേണ്ടത്ര വോൾട്ടേജിലേക്ക് ബയസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ബയസ്ഡ് ഡുവൽ ഡയോഡ് ക്ലിപ്പർ ആണെങ്കിൽ നല്ലൊരു ഏകദേശം ഒരു സ്ക്വയർ വേവ് പോലെയൊക്കെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. It clips both negative and positive peaks, producing a flattened square-like waveform. Okay, അടുത്ത ചോദ്യം, a series positive clipper with no bias is applied to a sinusoidal input. Which part of the waveform appears across the load? അപ്പോൾ series positive clipper ഉണ്ട് with no bias. Okay, അപ്പോൾ series positive clipper സാധാരണ ഒരു series positive clipper ആണ്. നമ്മളിത് നോക്കിയത് തന്നെയാണ് കേട്ടോ, ഇത് വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു മാത്രം. ഒരു സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ഇവിടെ വന്നു, ഇവിടെ ഔട്ട്പുട്ട് വന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ബയസ് ഒന്നുമില്ല, സിനുസോയിഡിൽ ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ ഔട്ട്പുട്ട്, വിച്ച് പാർട്ട് ഓഫ് ദി ഔട്ട്പുട്ടാണ് പുറത്തേക്ക് വരിക? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരില്ല, റിവേഴ്സ് ബയസ് ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്, ഔട്ട്പുട്ട് ഒന്നുമില്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, ഔട്ട്പുട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും. ഓക്കെ, അപ്പോൾ സി നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് വരിക. ഓക്കെ, അടുത്തത്,
A series negative clipper is connected to a 10-volt peak sinusoidal input. What is the peak voltage across the load? സാധാരണ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സീരീസ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ക്ലിപ്പർ ഉണ്ട്, അതൊരു 10 വോൾട്ട് പീക്ക് വോൾട്ടേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 വോൾട്ട് പീക്ക് ഇവിടെ വരുന്നുണ്ട്, +10 -10 ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് വാട്ട് ഇസ് എ പീക്ക് വോൾട്ടേജ് അക്രോസ് ദി ലോഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ക്ലിപ്പ് ചെയ്യാണ്, നെഗറ്റീവ് ആയിട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത് കേട്ടോ. നെഗറ്റീവ് ക്ലിപ്പർ പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പോസിറ്റീവ് ഭാഗം വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ പോസിറ്റീവ് ഭാഗം ഫുള്ള് ഔട്ട്പുട്ടിലേക്ക് വരും, നെഗറ്റീവ് ഭാഗം വരുമ്പോൾ ഒന്നും പുറത്തേക്ക് വരില്ല. ഓക്കെ, പോസിറ്റീവ് ഭാഗം മാത്രമേ വരുള്ളൂ. വാട്ട് ഇസ് എ പീക്ക് വോൾട്ടേജ് അക്രോസ് ദി ഔട്ട്പുട്ട് എന്നാണ് ചോദിക്കുന്നത്. ഇത് എത്രയുണ്ടാവും? ഇത് +10 വോൾട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ ബി +10 വോൾട്ട് ആണ് ആൻസർ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ആർ ക്ലിപ്ഡ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് അപ്പിയർ അൺചേഞ്ച്ഡ്. ഓക്കെ, അടുത്ത ചോദ്യം. A biased series clipper has a 5-volt battery in series with a diode. If input is 10-volt sinusoid, what is the clipping level എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു പോസിറ്റീവ് ക്ലിപ്പർ ഒന്ന് എടുത്ത് നോക്കാം, സീരീസ് ക്ലിപ്പർ എടുത്ത് നോക്കാം. പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ കാണാൻ. അപ്പോൾ ഇവിടെ ഒരു RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഡയോഡ് ഉണ്ട്, ഞാൻ ഇവിടെ ഇൻപുട്ട് കൊടുക്കുകയാണ്, ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ, ഇൻപുട്ട് ഞാൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുത്തു കേട്ടോ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഔട്ട്പുട്ടിൽ എന്താ വരിക? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യൂല, റിവേഴ്സ് ബയസ്ഡ് ആണ്, അപ്പോൾ ഔട്ട്പുട്ടിലൊന്നും വരില്ല. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുത്തു എന്നായിരിക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ്, അപ്പോൾ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ വരും. ഓക്കെ, നെഗറ്റീവ് വരുന്ന ഭാഗത്ത് നിന്ന് മുഴുവൻ ഇതിങ്ങനെ ഔട്ട്പുട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി ഇവിടെ ഒരു 5 വോൾട്ട് ബാറ്ററി സീരീസിൽ കൊടുത്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ 5 വോൾട്ട് ബാറ്ററി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബാറ്ററിയും കൂടെ കൊടുക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? ഓക്കെ, ആ ഡയോഡിൻ്റെ കണ്ടക്ഷൻ മാറും അല്ലേ? അതായത് ഇത് സാധാരണ ഇൻപുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇത് റിവേഴ്സ് ബയസ് ആയിരുന്ന ആള് ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴും റിവേഴ്സ് ആവുന്നുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഇടയ്ക്ക് എപ്പോഴോ ഫോർവേഡ് ബയസ് ആവുന്നുണ്ട്. എപ്പോഴാണ് ഫോർവേഡ് ബയസ് ആവുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് ഈ ഡയോഡിൻ്റെ ഇപ്പോൾ നോക്കിയേ, കാഥോഡിൻ്റെ അവിടെ നെഗറ്റീവ് ഓഫ് ദി ബാറ്ററി അല്ലേ 5 വോൾട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡയോഡ് ഇൻപുട്ട് 0 ആണെങ്കിൽ പോലും ഡയോഡ് ഇപ്പോൾ കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ, ഇൻപുട്ട് ഇനി കൂടി വന്ന് 5 വോൾട്ട് എത്തുന്നത് വരെ ഇൻപുട്ട് ഒരു 4 വോൾട്ടായി വയ്ക്കുക. അപ്പോഴും ഇവിടെ 4 വോൾട്ടും ഇവിടെ 5 വോൾട്ടുമാണ്. അപ്പോൾ 4 - 5 എന്ന് പറയുമ്പോൾ -1 വോൾട്ടാണ് ഇവിടെ വരിക. ഓക്കെ, ഡയോഡിൻ്റെ ഇവിടെ -1 വോൾട്ടാണ് വരിക. അപ്പോഴും ഡയോഡ് കണ്ടക്റ്റിംഗ് ആണ്. ഇതിപ്പോൾ 5 വോൾട്ടായി വിചാരിക്കുക. 5 വോൾട്ടിന് മുകളിലേക്ക് പോയി. 5 വോൾട്ട് ആകുമ്പോൾ 0 വോൾട്ട് ആവും ഡയോഡിൻ്റെ അവിടെ വരിക, കാഥോഡിൽ വരിക. 6 വോൾട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? ഡയോഡിൻ്റെ കാഥോഡിൽ +1 വോൾട്ട് ആണ് വരിക. കാഥോഡിൽ +1 വോൾട്ട് വരുമ്പോൾ എന്തായി? ഡയോഡ് കണ്ടക്ട് ചെയ്യൽ നിർത്തും. അപ്പം എന്താ? ഔട്ട്പുട്ട് ഒന്നും വരാൻ പോണില്ല. ഓക്കെ, അപ്പം 5 വോൾട്ട് വരെയാണ് ഇത് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലായോ? ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് 5 വോൾട്ട് വരെയാണ്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുക പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ KVL ഒക്കെ എടുത്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നതെന്ന് കൂടെ നോക്കുക. അതായത് നമ്മുടെ സിഗ്നല് ഇങ്ങനെയായി മാറും. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു 5 വോൾട്ട് ഈ ഭാഗം മുകളിലുള്ള ഭാഗം ക്ലിപ്പായിട്ട് 5 വോൾട്ടിന് താഴേക്കുള്ള എല്ലാം ഇങ്ങോട്ടിങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് വരാൻ പോകുന്നത്. ക്ലിപ്പിംഗ് ലെവൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് 5 വോൾട്ടാണ്. 5 വോൾട്ടിലാണ് ഇത് ക്ലിപ്പായിട്ടുള്ളത്. അതായത് ഇവിടെ വെച്ച് 5 വോൾട്ടിൽ വെച്ച് ക്ലിപ്പ് ചെയ്തിട്ട് മൊത്തത്തിൽ ഇതിനെ താഴേക്ക് അടിച്ചമർത്തിയതുപോലെ ഇരിക്കും ഈ ഔട്ട്പുട്ട് കാണാൻ കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ when the input exceeds 5 volt, waveform above 5 volt is clipped. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ്? ദ ക്ലിപ്പിംഗ് ലെവൽ ഈസ് 5 വോൾട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം. A dual diode clipper with two opposing diodes and 0 bias applied to sinusoidal input produces. അപ്പോൾ ഒരു ഡുവൽ ഡയോഡ് ക്ലിപ്പർ ഉണ്ട് വിചാരിക്കുക. ഡുവൽ ഡയോഡ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയോഡ് താഴേക്കും ഒരു ഡയോഡ് മുകളിലേക്കും നോക്കിയിരിക്കുന്ന ഒരു ക്ലിപ്പർ എന്ന് വെച്ചാൽ ഇവിടെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പോസിറ്റീവ് ഹാഫ്
ഇതിലൂടെ താഴേക്ക് വരും അല്ലേ. ഇനി ബാക്കി വരുന്ന നെഗറ്റീവ് ഹാഫ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്, അത് ഇതിലൂടെ താഴേക്കും വരും. അപ്പോൾ ഔട്ട്പുട്ട് എന്താ ഉണ്ടാവുക? ഈ ഡയോഡിന് ഒരു 0.7 ഡ്രോപ്പ് ഉണ്ട് വിചാരിക്കുക, 0.7 വോൾട്ടേജ്, കാരണം അതൊരു സിലിക്കൺ ഡയോഡ് ആയതുകൊണ്ട് 0.7 വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. ഇവിടെയും ഒരു 0.7 വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വരാൻ പോകുന്നത് ഈ 0.7 മാത്രം, പ്ലസ് 0.7 വോൾട്ട് ടു മൈനസ് 0.7 വോൾട്ട് ആണ് നമ്മുടെ ഔട്ട്പുട്ട് പറയുന്ന ആള് ഫ്ലാറ്റൻഡ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിനെയാണോ പ്രൊഡ്യൂസ് ചെയ്യുക? അല്ല. ഓൺലി നെഗറ്റീവ് ഹാഫ് സൈക്കിൾസിനെയാണോ? അല്ല. ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ്സ് ക്ലിപ്പ്ഡ് ആയിട്ടാണ് ഇത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് എ ഫ്ലാറ്റൻഡ് വേവ് ഫോം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സീരീസ് ക്ലിപ്പർ വിത്ത് ഇൻപുട്ട് 5 വോൾട്ട് പീക്ക് ഡയോഡ് ഫോർവേഡ് വോൾട്ടേജ് 0.7. വാട്ട് ഇസ് ഔട്ട്പുട്ട് വേവ് ഫോം പീക്ക് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒരു സീരീസ് ക്ലിപ്പറാണ്, ഇൻപുട്ട് 5 വോൾട്ട് പീക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയോഡ് ഫോർവേഡ് വോൾട്ടേജ് 0.7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോമിന്റെ പീക്ക് ചോദിച്ചപ്പോൾ ഔട്ട്പുട്ടുകളിലെല്ലാം 0 ഉണ്ട്, 0.7 ഉണ്ട്, 5 ഉണ്ട്, 4.3 ഉണ്ട്. അപ്പം എന്താണ് ഈ ചോദിച്ചിട്ടുള്ളത്? സംഭവം ചോദിച്ചിട്ടുള്ളത് നമ്മളോട് മിക്കവാറും ചോദിച്ചിട്ടുണ്ടാവുക ഒരു നെഗറ്റീവ് ക്ലിപ്പറാണ് ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നെഗറ്റീവ് ക്ലിപ്പർ പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കാണാൻ. സീരീസ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ ഇങ്ങനെ ഇരിക്കും. അതായത് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം ഇങ്ങനെയാണ്, ഡയോഡ്, റെസിസ്റ്റർ, ലോഡ് റെസിസ്റ്റർ ഇവിടെ വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുക അറിയോ? ഒരു 5 വോൾട്ട് പീക്ക് ടു 5 പ്ലസ് ഓർ മൈനസ് 5 വോൾട്ട് പീക്ക് ടു പീക്ക് ഉള്ള ഒരു സിഗ്നലാണേ. എന്നിട്ട് ഡയോഡ് ഫോർവേഡ് വോൾട്ടേജ് 0.7 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 0.7 വോൾട്ടേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ഡയോഡ് കണ്ടക്ട് ചെയ്തു എന്ന് പറയും. പക്ഷെ ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നാലും 0.7 വോൾട്ടിന് മുകളിൽ ഇൻപുട്ട് വന്നാൽ മാത്രമേ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. അതായത് ഇവിടെ ഈ 0.7ന്റെ മുകളിൽ, ഇതാണ് ഒരു 0.7 വോൾട്ട് വെക്കുക, ആ 0.7ന്റെ മുകളിലേക്ക് വന്നാലേ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. അതായത് ഇവിടെ മുതൽ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ, കണ്ടക്ട് ചെയ്തിട്ട് എവിടം വരെ കണ്ടക്ട് ചെയ്യും? കണ്ടക്ട് ചെയ്ത് 5 വോൾട്ട് വരെ കണ്ടക്ട് ചെയ്യും അല്ലേ. ഇവിടെ ഇൻപുട്ട് 5 വോൾട്ട് അല്ലേ വരുന്നത്. അപ്പോൾ 5 വോൾട്ട് വരെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ 0.7ൽ നിന്ന് തുടങ്ങി 5 വോൾട്ട് വരെ കണ്ടക്ട് ചെയ്യും. എന്ന് വെച്ചാൽ പീക്ക് ടു പീക്ക് ഇവിടെ എത്രയുണ്ട്? 0 ടു പീക്ക് എത്രയുണ്ട്? 4.3 വോൾട്ട് ഉള്ളൂ. കാരണം എന്താണ്? 0.7ൽ നിന്നേ കണ്ടക്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ, 5 വോൾട്ട് വരെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയായി? മൊത്തം ഔട്ട്പുട്ട് വോൾട്ടേജ് പീക്ക് എന്ന് പറയുന്നത് 4.3 വോൾട്ടായി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു വെച്ചോ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നമുക്കറിയാം എന്തായാലും ഇത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നില്ല. പോസിറ്റീവിൽ തന്നെ 0.7 കഴിഞ്ഞിട്ടേ കണ്ടക്ട് ചെയ്യുള്ളൂ, അപ്പോൾ നെഗറ്റീവിൽ കണ്ടക്ട് ചെയ്യാനേ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ പീക്ക് ടു പീക്ക് 4.3 വോൾട്ടാണ് ഇവിടെ വരിക. അപ്പോൾ ആൻസർ എത്രയാണ്? 4.3 വോൾട്ടാണ് ഔട്ട്പുട്ട് പീക്ക് വേവ് ഫോം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം. പാരലൽ ക്ലിപ്പർ ഔട്ട്പുട്ട് വേവ് ഫോം ഷോസ് flattened peaks. This is due to parallel clipper output waveformsൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാരലൽ ക്ലിപ്പർ ഉണ്ട് വിചാരിക്കും. ഇതിന് ഷണ്ട് ക്ലിപ്പർ എന്നും പറയും അല്ലേ നമ്മൾ. അപ്പോൾ പാരലൽ ക്ലിപ്പറിൽ പീക്കുകൾ രണ്ടും ഫ്ലാറ്റൻഡ് ആയിട്ടാണ് കാണിക്കുന്നത് അത്രേ. അതെന്തുകൊണ്ടായിരിക്കും? നോക്കൂ, ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിലൂടെ പാസ് ചെയ്യല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? ഡയോഡ് ആ സമയത്ത് പീക്കിൻ്റെ സമയത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ടേ. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ? ഈ ഡയോഡ് ഇതിലൂടെ ഈ ഡയോഡിലൂടെ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പാസ് ചെയ്ത് പോവുക, സിഗ്നൽ പാസ് ചെയ്ത് പോവുകയാണ്. ഡയോഡ് ആ സമയത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ടാണ് അത് ഫ്ലാറ്റൻഡ് പീക്ക് കാണിക്കണമെന്ന്. അതായത് ഡയോഡ് ഇസ് കണ്ടക്ടിങ് ഡ്യൂറിങ് പീക്ക് വോൾട്ടേജസ്. അതുകൊണ്ടാണ് ഫ്ലാറ്റൻഡ് പീക്സ് അവിടെ കാണിക്കുന്നത്. അടുത്തത്, ഫോർ എ ക്ലിപ്പർ ടു ക്ലിപ്പ് അറ്റ് എ സ്പെസിഫിക് വോൾട്ടേജ് യു നീഡ്. ഒരു ക്ലിപ്പർ സ്പെസിഫിക് വോൾട്ടേജിൽ ക്ലിപ്പ് ചെയ്യാൻ എന്ത് വേണം? ക്ലിപ്പറിന് എന്തൊക്കെ വേണം? ഒരു ഡയോഡും ആ കൃത്യമായിട്ടുള്ള ബയാസ് വോൾട്ടേജും വേണം. ഓക്കെ, ഓൺലി എ ഡയോഡും കാര്യമില്ല. ഡയോഡ് ആൻഡ് കപ്പാസിറ്റർ, ക്ലിപ്പറിൽ കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല. ഡയോഡ് ആൻഡ് ബയാസ് വോൾട്ടേജ്. ഓക്കെ, ബയാസ് വോൾട്ടേജ് ആണ്. ഇറ്റ് ഷിഫ്റ്റ്സ് ദ ക്ലിപ്പിംഗ് ലെവൽ ഫ്രം 0 ടു എ ഡിസൈഡ് വാല്യൂ. അടുത്തത്, a 10 volt peak sinusoid is applied to a positive clamper. The lowest point of the output waveform is. അപ്പോൾ ഒരു പോസിറ്റീവ് ക്ലാമ്പർ ആണ്. പോസിറ്റീവ് ക്ലാമ്പർ പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ക്ലാമ്പർ മൊത്തമായിട്ട് ഇതിനെ പോസിറ്റീവ് ഭാഗത്തേക്ക് ക്ലാമ്പ് ചെയ്തെടുക്കും. അപ്പോൾ ലോവസ്റ്റ് പോയിന്റ് എന്താ? ഔട്ട്പുട്ട് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ, 0 വോൾട്ടിലായിരിക്കും ലോവസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ 0 വോൾട്ട് എന്നാണ് ഉത്തരം. പോസിറ്റീവ് ക്ലാമ്പർ ഷിഫ്റ്റ്സ് ദ വേവ് ഫോം അപ്വേർഡ്സ് ഓർ മേക്കിംഗ് ദ ലോവസ്റ്റ് വോൾട്ടേജ് 0. അടുത്ത ചോദ്യമാണ്,
പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് 5 വോൾട്ട് ബയാസ് അപ്ലൈ ടു 10 വോൾട്ട് പീക്ക് സിനുസോയിഡ് റിസൾട്ട്സ് ഇൻ ദ ഔട്ട്പുട്ട്. നമുക്ക് നോക്കാം. അപ്പോൾ പോസിറ്റീവ് ക്ലാമ്പർ സാധാരണ ഒരു പോസിറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ 10 വോൾട്ട് ആണ് പീക്ക് എങ്കിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക? പോസിറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ മൊത്തം ±10 വോൾട്ട് എന്നുള്ളത് 20 വോൾട്ട്, 0 മുതൽ 20 വോൾട്ട് വരെ മുകളിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ? ഇത് 0 ആണേ. അപ്പോൾ ഇവിടെ ഒരു 5 വോൾട്ട് ബയാസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 0 റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 മാറും. അതായത് ഇപ്പോൾ 5 മിനിമം വോൾട്ടേജ്. ഓക്കെ, ഇവിടെ മിനിമം 5 വോൾട്ടും വരും, ഇവിടെ 25 വോൾട്ടും വരും. പീക്ക് ടു പീക്കിന് ഒരു വ്യത്യാസവും വരില്ല, ഷേപ്പിന് വ്യത്യാസം വരില്ല, DC ഷിഫ്റ്റ് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ bias positive clamping shifts waveform by 5 volt, so minimum +5 volt, maximum 25 volt. അപ്പോൾ ഉത്തരം ഇവിടെ എന്താണ്? മിനിമം വോൾട്ട് 0 വോൾട്ട് അല്ല, മിനിമം വോൾട്ട് +5 വോൾട്ട് ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. A negative clamper with input 12 volt peak sinusoid and 3 volt bias produces output. അപ്പം നമുക്ക് ഒരു നെഗറ്റീവ് ക്ലാമ്പർ 12 വോൾട്ട് സാധാരണ നെഗറ്റീവ് ക്ലാമ്പർ ആയിരുന്നു, ബയാസ് ഇല്ലാത്തതാണെങ്കിലോ ഇവിടെ 0 വോൾട്ട് മുതൽ -24 വോൾട്ട് വരെയാണ് അത് വരിക അല്ലേ. 3 വോൾട്ട് ബയാസ് കൊടുത്തിട്ടുണ്ട്, +3 വോൾട്ടാണ് ബയാസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. -3 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ +3 ആണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇതൊരു 3 വോൾട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. പീക്ക് ടു പീക്ക് മാറില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ -21 വോൾട്ടും വരും. പീക്ക് ടു പീക്ക് 24 ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് റിസൾട്ട് വരിക നോക്കാം. മിനിമം വോൾട്ടേജ് -3 വോൾട്ട് അല്ല, മാക്സിമം വോൾട്ടേജ് 0 വോൾട്ട് അല്ല, മാക്സിമം വോൾട്ടേജ് 3 വോൾട്ടും. ഓക്കെ, സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻഡ് മിനിമം വോൾട്ടേജ് -21 വോൾട്ട്. അടുത്ത ചോദ്യം. Clamper output waveform is measured with with oscilloscope. DC shift observed is 5 volt. Input peak is 10 volt. Output waveform peak equal to എത്രയാണ്? ഇൻപുട്ട് പീക്ക് 10 വോൾട്ട് ആണ് കേട്ടോ. അതായത് 10 വോൾട്ടും -10 വോൾട്ടും പീക്ക് ടു പീക്കുള്ള ±10 വോൾട്ട് പീക്ക് ടു പീക്കുള്ള ഒരു ഇൻപുട്ടാണത്. ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്തിട്ടുള്ള എത്രയാണ്? 5 വോൾട്ട് പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അതായത് മൊത്തം 10 എന്നുണ്ടായിരുന്നത് ഇപ്പം എന്തായി? 10 + 5 ഇവിടെ എത്തി നിൽക്കുകയാണ്. 15 വോൾട്ടിലെത്തിയിട്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ പീക്ക് ടു പീക്ക് 20 വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ പീക്ക് ടു പീക്ക് 20 വേണം. ഇവിടെ 15 ആയെങ്കിൽ ഇവിടെ 5 ആയിരിക്കും. ഓക്കെ, ഇത് 5 വോൾട്ട് ആയിരിക്കും. എന്താ ചോദിച്ചിട്ടുള്ളത്? ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ പീക്കാണ് ചോദിച്ചിട്ടുള്ളത്. അത് 15 വോൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ B 15 വോൾട്ടാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു. അടുത്തൊരു MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.